വഖഫ് ബില്ല് സർക്കാരിന്റെ പുരോഗമനപരമായ കാൽവെപ്പാണെന്ന് പ്രശംസിച്ചു രാഷ്ട്രപതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ ഗുണത്തെപ്പറ്റി രാഷ്ട്രപതി പ്രസംഗത്തിൽ പരാമർശിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും രാഷ്ട്രപതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനെ പ്രകീർത്തിച്ചിരുന്നു. മൂന്നാം മോദി സർക്കാർ മൂന്നിരട്ടി വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു. 25 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ കരകയറ്റി. ഇന്ത്യ ഉടൻ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ഇന്ത്യക്കാരൻ വൈകാതെ ബഹിരാകാശത്തെത്തുമെന്നും രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. वन नेशन वन इलेक्शन और वक्फ अधिनियम संशोधन जैसे कई महत्वपूर्ण विषय पर भी सरकार ने तेज गति से कदम आगे बढ़ाए हैं. വനിതകൾ, യുവജനങ്ങൾ, കർഷകർ എന്നിവരെ പരിഗണിച്ചാണ് മുന്നോട്ടു പോക്ക്. നികുതി ഭാരം കുറയ്ക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടാണ് എന്ന് പറഞ്ഞ രാഷ്ട്രപതി സർക്കാരിന്റെ വികസന പദ്ധതികളെയെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചു. വിദ്യാഭ്യാസത്തിലും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിലും സർക്കാരിന് പ്രത്യേക ശ്രദ്ധയെന്നും അഭിനന്ദനം. സർവ്വ മേഖലയിലുമുള്ള വികസനവുമായി മുന്നോട്ടെന്ന് സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047 जब आजादी के 100 साल होंगे, विकसित भारत का जो संकल्प देश ने लिया है, ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा. 2014 ശേഷം എല്ലാ തവണയും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ വിദേശ ശക്തികൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇത്തവണ അതില്ല എന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മോദിയുടെ കുറ്റപ്പെടുത്തൽ. നാളെ രാവിലെ 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. വയനാടിന് പ്രത്യേക പാക്കേജ് ലഭിക്കുമോ എന്ന് കേരളം പ്രതീക്ഷയോടെ ബജറ്റിനെ ഉറ്റുനോക്കുന്നു. വഖഫ് ബില്ലിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഈ സമ്മേളനകാലത്ത് ഉയർത്തുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.